മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ അനർഹർ കടന്നുകൂടിയെന്ന ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണത്തിൽ അന്വേഷണം തുടങ്ങി. വിജിലൻസ് ആണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി അനർഹരെ ഉൾപ്പെടുത്തിയെന്നാണ് പരാതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിന്റെ അവസാനമിറങ്ങിയ ഗുണഭോക്തൃ പട്ടികയിലാണ് ആക്ഷേപം. ദുരന്തബാധിതർ അല്ലാത്തവരും മറ്റിടങ്ങളിൽ സ്വന്തമായി വീടുള്ളവരും പട്ടികയിൽ ഉൾപ്പെട്ടതായാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ പരാതി. ഒരു വീട്ടിൽ കുടുംബസമേതം താമസിച്ചിരുന്ന പലരും പിന്നീടുണ്ടാക്കിയ രേഖകളുടെ സഹായത്താൽ ടൗൺഷിപ്പിൽ ഒന്നിലധികം വീടുകൾക്ക് അർഹത നേടിയതായും ആരോപണമുണ്ട്. പട്ടികയിൽ ഉൾപ്പെട്ട 105 പേർക്ക് 15 ലക്ഷം രൂപ വീതം നൽകുന്നതിലടക്കം സാമ്പത്തിക അഴിമതി നടന്നതായും പരാതിയുണ്ട്. ഒരു റേഷൻ കാർഡിൽ 2 വീട് നൽകുക, ഒരു വീട് ഒലിച്ചതിന് പകരം 2 വീട് നൽകുന്നു. ഇതെന്തൊരു മാനദണ്ഡമാണെന്ന് നമ്മൾക്ക് തന്നെ ഒരു വേദന തോന്നുകയാണ്. എത്ര ആൾക്കാർ പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ 2 വീടൊക്കെ നൽകി നിയമത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിൽ അവസാനം പുറപ്പെടുവിച്ച 49 പേരുടെ ലിസ്റ്റിൽ 49 പേർക്ക് 49 മാനദണ്ഡം എഴുതി ചേർത്തിട്ട് സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചിരിക്കവരെ. പരാതിയെ തുടർന്ന് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി. വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്ന് അനുമതി ലഭിച്ചാൽ വിശദ അന്വേഷണം നടത്താനാണ് തീരുമാനം. ഇനിയും 88 ദുരന്തബാധിത കുടുംബങ്ങൾ പട്ടികയിൽ ഉൾപ്പെടാനുണ്ടെന്നാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയമുയർത്തി നേരത്തെ സമരപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.